സുറുമി രചന അവന്തിക അവതരണം സെൽസാമുസ്തു. നീ എന്താ ആലോചിക്കുന്നേ? ഞാൻ ചോദിച്ചു കേട്ടില്ലേ മഷിച്ചയുടെ കടക്ക് എന്തായിന്ന്? കേട്ടു. അതൊക്കെ അതിൻ്റെ സമയമാകുമ്പോൾ ശരിയാകും. ചോദിക്കുമ്പോഴേക്ക് ഇത് തന്നെ മറുപടി. നീ കാര്യം വരെ സുറുമി. സെലുക്ക ചോദിച്ചു തുടങ്ങി മഷുവിന് ലീവില്ലേന്ന്, വരാറായില്ലേന്നൊക്കെ. ഇതിപ്പോൾ സെലുക്ക മാത്രമല്ല, ഉമ്മയും വാപ്പച്ചിയൊക്കെ ചോദിച്ചു തുടങ്ങി എന്താ വരാത്തതെന്ന്. ഒരുപാടൊന്നും അറിയില്ലല്ലോ. കുറച്ചൊരു കട മഷിച്ചൊക്കെ ഉള്ളതായി സെലുക്കയും അറിയാമെന്ന് തോന്നുന്നു. എന്നോട് അതേപ്പറ്റി ചോദിച്ചു. എന്നോടും ചോദിച്ചു. ഇവിടുന്ന് പോയപ്പോൾ കുറച്ചൊരു കടക്ക ഉണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ തീർന്നെന്നാ ഞാൻ പറഞ്ഞേ. നീയും അങ്ങനെ പറഞ്ഞാൽ മതി. അപ്പോൾ ഇപ്പോഴും കടം കൊടുത്ത് വീട്ടിയിട്ടില്ലെന്നാണോ? സഫ ചോദിച്ചതും എന്ത് പറയണമെന്നറിയാതെ സുറുമി ഒരു നിമിഷം മൗനമായി. അതേ നിമിഷം തന്നെയാണ് സഫയുടെ ഫോൺ റിങ് ചെയ്തത്. പതുക്കെ തിരിഞ്ഞു കിടന്ന് കൈയെത്തിച്ച് ജനവാതിലിൽ കിടന്ന ഫോണെടുത്ത് അവൾ ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരിയുമായി സുറുമിയെ നോക്കിയപ്പം നടക്കട്ടെ നടക്കട്ടെ എന്ന് കണ്ണുവെച്ച് ആംഗ്യം കാണിച്ച് ചിരിച്ചു സുറുമി. കാൾ അറ്റൻഡ് ചെയ്ത് കാതോട് ചേർത്തുകൊണ്ടവൾ ഒരു കൈ ബെഡിൽ കുത്തി പതുക്കെ എഴുന്നേറ്റിരുന്നു. മറുവശത്ത് അവൻ്റെ കുശലാന്വേഷണങ്ങൾക്ക് മറുപടി പറയുന്നതിനോടൊപ്പം ഉന്തി നിൽക്കുന്ന വയറിൽ കൈവച്ച് കൊണ്ടവൾ എഴുന്നേറ്റ് ഡോറ് തുറന്ന് റൂമിൻ്റെ വെളിയിലേക്ക് ഇറങ്ങി. സഫ പോയതും ഒരു നിശ്വാസത്തോടെ സുറുമി നേരെ കിടന്നു. ഫോൺ വന്നത് നന്നായി. എല്ലിൽ എന്ത് കള്ളം പറയും? ഈയിടെ ഈ കാര്യം ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുമെങ്കിലും എന്തേലും പറഞ്ഞ് വിഷയം മാറ്റാറാണ് പതിവ്. ഇനിയിപ്പോൾ അവരുടെ കുറുകലും അടിപിടിയും കഴിഞ്ഞ് വരുമ്പോഴേക്കും ഉറങ്ങിയേക്കാം. ഒരു കൊച്ചാവാൻ പോയ. പക്ഷേ രണ്ടുപേരും ഇപ്പോഴും ഇന്നലെ കല്യാണം കഴിഞ്ഞവരെ പോലെയാണ്. സുറുമി ഒരു ചിരിയോട് ഓർത്തു. അതേ നിമിഷം തന്നെ തൻ്റെ കഴിഞ്ഞു പോയ നാളുകളെ ഓർമ്മയിൽ അവളുടെ ചിരി മാഞ്ഞു. മുഖം മങ്ങി, മിഴികൾ നീറി. ഇതിപ്പോൾ പതിവാണ്. ഓരോന്ന് ഓർക്കുമ്പോഴേക്കും കണ്ണിൽ നിന്ന് കുടുകൂടാ ചാടിത്തുടങ്ങും. ബോൾഡാണ്, സ്ട്രോങ് ആണ്, കരയാറില്ലെന്നൊക്കെ വിതുമ്പി പറയും. പക്ഷേ പണ്ട് ഇപ്പം ആളും സ്ഥലവും സാഹചര്യം കണക്കിലെടുത്ത് ഒന്നും നോക്കാതെ ഒട്ടും അനുസരണയില്ലാതെ മിഴികൾ നിറയും. ചിലപ്പോൾ നിറഞ്ഞു തൂവും. പിന്നെ ആകെയുള്ള ഗുണം ഒന്ന് കരഞ്ഞെന്ന് വിചാരിച്ച് കണ്ണും മൂക്കും ചുമന്ന് മറ്റുള്ളവർക്ക് വേഗം കണ്ടുപിടിക്കാൻ പറ്റുന്ന കോലത്തിൽ മുഖം ആവാറില്ല എന്നതാണ്. പണ്ടൊക്കെ കരയുമ്പോൾ കണ്ണുമൂക്കും ചുമന്നിരിക്കാൻ കൊതിയായിരുന്നു. സിനിമയിലൊക്കെ കാണുന്നത് പോലെ. കരഞ്ഞിട്ട് പോയി കണ്ണാടി നോക്കുമ്പോൾ അങ്ങനെ ആകുന്നില്ലല്ലോ മുഖം എന്നൊക്കെ നിരാശപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പം അതൊരു അനുഗ്രഹമായി. ആരും അറിയില്ലല്ലോ. പാറുമെന്ന് നോക്കുന്ന സുറുമി ഹാപ്പിയാണ്. പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. അതങ്ങനെ തന്നെ നിലനിൽക്കട്ടെ. എൻ്റെ വിഷമങ്ങളും ചിന്തകളും എന്നിൽ തന്നെ അമരട്ടെ. സുറുമി ഒരു ദീർഘശ്വാസം വലിച്ചു. അവളുടെ ചിന്തകൾ കഴിഞ്ഞു പോയ കുറച്ച് മാസങ്ങളിലേക്ക് സഞ്ചരിച്ചു. വിഷമങ്ങൾ മാത്രം സമ്മാനിച്ച ശൂന്യത എന്താണെന്ന് അറിഞ്ഞ, ഏകാന്തതയുടെ രുചി അറിഞ്ഞ, അവനെന്നൊരൊറ്റ പ്രതീക്ഷയിൽ മാത്രം ആശ്വാസം കണ്ടെത്തിയ, അല്ല ഇപ്പോഴും കണ്ടെത്തുന്ന ഇക്കഴിഞ്ഞ കുറച്ച് മാസങ്ങളിലേക്ക്. മഷിക്ക പോയതിൽ പിന്നെ കുറച്ച് ദിവസം ഞാൻ വലിയെടുത്ത് വീട്ടിലായിരുന്നു. 1 മാസമായി മുടങ്ങിപ്പോയതായിരുന്നല്ലോ കോളേജും ക്ലാസ്സും. വീണ്ടും പോയി തുടങ്ങി. എക്സാം ചൂട് പിടിച്ച സമയമായതുകൊണ്ടും ഒരു പരിധിവരെ മഷിക്കയുടെ അഭാവം എന്നെ ബാധിച്ചില്ലെന്ന് വേണം പറയാൻ. വലിയെടുത്തു നിന്നും എങ്ങോട്ട് നിന്നുമൊക്കെ ഒരുവിധം 3rd ഇയർ കംപ്ലീറ്റ് ചെയ്തു. ഞാൻ മാത്രമല്ല, സഫയും. ഛർദിയും ക്ഷീണമൊക്കെ ഉണ്ടെങ്കിലും കൂടെ ഹനയും ഉണ്ടായിരുന്നു. അവരൊക്കെ ഉണ്ടായതുകൊണ്ട് ആ ദിവസങ്ങൾ വലിയ മടുപ്പുണ്ടാക്കിയില്ലെന്നതാണ് സത്യം. ഇതിൻ്റെ ഇടയിൽ ഹിബ പ്രസവിച്ചു, പെൺകുഞ്ഞ്. 7ൻ്റെ ഫംഗ്ഷന് ഞാനും സലിക്കയും സഫയും ഒരുമിച്ചാണ് ഹിബയുടെ വീട്ടിലേക്ക് പോയത്. 3 മാസം കഴിഞ്ഞതിൽ പിന്നെ ഷെറിയും റുമിമോളും നിയാസ്കയുടെ വീട്ടിലേക്ക് പോയി. അതോടെ ഇടയ്ക്കിടയ്ക്കുള്ള എൻ്റെ വലിയെടുത്ത് സന്ദർശനവും നിൽപ്പും വല്ലപ്പോഴായി. ഞാൻ പോയാൽ ഉമ്മ ഒറ്റക്കാവുമല്ലോ. കുഞ്ഞായതിൽ പിന്നെ ഷെറിയെ നിയാസ്ക നിൽക്കാൻ വിടാറില്ല. ഉമ്മ ഒരുപാട് കാണാൻ കൊതി പറയുമ്പം അവരൊന്ന് വന്ന് മുഖം കാണിച്ചിട്ട് പോകും. ഏറിപ്പോയ 4 ദിവസം. അത്രയായിരുന്നു ഷെറിക്ക് ഇവിടെ നിൽക്കാൻ കിട്ടുന്ന അവധി. സഫയുടെ കാര്യവും മറിച്ചല്ലായിരുന്നു. നിസ്വാർത്ഥമായ അവരുടെ പ്രണയവും കുറുമ്പും കുസൃതിയും നിറഞ്ഞ അവരുടെ ജീവിതവും ശാന്തമായ ഒരു പുഴ പോലെ ഒഴുകിക്കൊണ്ടിരുന്നു. ഇതിനിടയിൽ സഫ പ്രഗ്നൻ്റായി. വലിയെടുത്തും വെങ്ങാട്ടും ഒരുപോലെ സന്തോഷത്തിൻ്റെ നാളുകൾ. എനിക്ക് വലിയെടുത്ത് വീട്ടിലേക്ക് പോകാൻ വേണ്ടി മാത്രമാണ് സഫയെ 4-5 ദിവസം സലുക്ക ഇവിടെ കൊണ്ടുവിടാറ്. അപ്പോഴായിരിക്കും ഞാൻ വലിയെടുത്ത് പോകുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഒരു രാത്രിയോ ഒരു പകലോ ഒക്കെയായിരുന്നു ഞാനും സഫയും ഒരുമിച്ചുണ്ടാവുക. ആ കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാടുണ്ടാകും പറയാൻ. എന്താണ് ഇത്ര പറയാനെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എന്തൊക്കെയോ എണ്ണിപ്പെറുക്കി പറയാനുണ്ടാകും ഞങ്ങൾക്ക്. ഒരുപക്ഷെ ഹനയിലേറെ ഇപ്പോൾ അടുപ്പവും കൂട്ടും അവളോടാണെന്ന് തോന്നുന്നു. അകലുന്നതിനനുസരിച്ച് ചില ബന്ധങ്ങളുടെ ആഴവും കുറയും. അതൊരിക്കലും ഇഷ്ടക്കേട് കൊണ്ടല്ല, സാഹചര്യങ്ങൾ കൊണ്ട് ചില ബന്ധങ്ങൾ നമ്മൾ പോലും അറിയാതെ അകന്നു പോകും. പ്രധാന കാരണം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഹന നദീനൊപ്പം ട്രിവാൻഡ്രത്തായിരുന്നു. കാണാനുള്ള അവസരങ്ങളില്ലാതെ ഡെലിവറിക്ക് അടുപ്പിച്ചാണ് അവൾ വീട്ടിലേക്ക് വന്നതുപോലും. പിന്നെ ഫോണിലൂടെയുള്ള കുശലം പറയൽ, അതിനൊക്കെ ഒരു ലിമിറ്റില്ലേ? ഹനക്ക് ബേബി ബോയ് ആണ്. കുഞ്ഞിൻ്റെ മുടി കളിച്ച ഫംഗ്ഷന് ഞാൻ പോയിരുന്നു. സരിക്കയും സഫിക്കയും ഒപ്പം വാലിൽ തൂങ്ങി തന്നെയാണ് അതിനും പോയത്. ഡെലിവറി കഴിഞ്ഞ് 3 മാസവും കഴിഞ്ഞ ആഴ്ച അവളും കുഞ്ഞും തിരുവനന്തപുരത്തേക്ക് തന്നെ തിരിച്ചുപോയി. ഭാഗ്യം ചെയ്തവൾ. സ്നേഹിക്കുന്നവൻ്റെ കൂടെ നിൽക്കാൻ പറ്റുന്നുണ്ടല്ലോ അവൾക്ക്. സഫക്ക് ഇപ്പോൾ 8 മാസമായി തുടങ്ങി.
കുറച്ച് ദിവസം മുമ്പായിരുന്നു വളക്കാപ്പ്. വലിയ പരിപാടിയൊന്നുമില്ല. വെങ്ങോട്ട് നിന്നും എല്ലാവരും കൂടെ അവൾ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരുന്ന ഒരു ചെറിയ പരിപാടി. ഇനിയിപ്പോൾ ഡെലിവറി കഴിഞ്ഞ് 3 മാസം നീണ്ട ലീവല്ലേ, വലിയടത്തു നിന്നും സെലുക്കയിൽ നിന്നും. അപ്പോൾ ഈ രാത്രിയെ ദൈർഘ്യമേറിയ ഫോൺ വിളിയും കുറുകലും സ്ഥിരമാണ്. 2-3 ദിവസം കൂടുമ്പോഴുള്ള സലുക്കയുടെ വരവ് വേറെ. എന്താണോ ഇത്രയും പറയാനുള്ളത്? പിന്നെ സെമിത്ത ഹാപ്പിയായി കൂളായി പോകുന്നു. അവരുടെ ജീവിതവും. റംസിക്ക നാട്ടിലില്ലാത്തൊരു ദിവസം കൂട്ടിന് ഞാനും സഫിയും നിൽക്കാൻ പോയിരുന്നു. സെമിത്ത ഒരു ഇത്താത്തയിലേറെ നല്ലൊരു ഫ്രണ്ടും കൂടിയാണ്. രാത്രി ഉറങ്ങാതെയുള്ള കത്തിവെപ്പും 10 മണി വരെയുള്ള ഉറക്കവും മാങ്ങയും ചാമ്പയും മുളകിട്ട് കഴിക്കലും ഫഹീമിൻ്റെ സൈക്കിൾ ചവിട്ടലും അവർക്കൊപ്പം കള്ളനും പോലീസും കളിക്കലൊക്കെ 6 ദിവസം മൊത്തം ബഹളമായിരുന്നു. സഫ വലിയടുത്തെത്തിയ പിന്നെ വാപ്പച്ചിയുടെ ദേഷ്യത്തിന് ഗൗരവപൂർവ്വമുള്ള പെരുമാറ്റത്തിലും വലിയ വ്യത്യാസമൊന്നുമില്ലെങ്കിലും ആൾക്ക് മൊത്തത്തിൽ എല്ലാ കാര്യത്തിലും ഒരു മഴമൊക്കെ വന്നിട്ടുണ്ട്. ഉറപ്പായും സഫയുടെ കരുതലോടുള്ള പെരുമാറ്റവും സ്നേഹത്തോടുള്ള ഇടപെലുമൊക്കെ കൊണ്ടാണ്. പക്ഷെ ചില സമയങ്ങൾ അവൾ എനിക്കൊരു പാരയാണ്. എന്താണെന്ന് വെച്ചാൽ വാപ്പച്ചിക്ക് രാവിലെ വെയിലടിക്കുവോളം ഉറങ്ങുന്നത് മേലനങ്ങാതിരിക്കുന്നതൊന്നും ഇഷ്ടമല്ല. വലിയടുത്ത് വന്നാൽ കുറച്ചു നേരം അങ്ങനെ ഒരു ഉറക്കവും പിന്നെ നീണ്ടൊരു മടി പിടിച്ചിരിക്കലും എനിക്ക് പതിവാണ്. അപ്പം തുടങ്ങും സഫമായം. അവൾ പുലർച്ചെ എഴുന്നേൽക്കും, ചായ കൊണ്ടുതരും, നാസ്ത ഉണ്ടാക്കാൻ ഉമ്മാക്കൊപ്പം കൂടും, നല്ല അടക്കും ചിട്ടയാണ്, എല്ലാത്തിനും നല്ല കൃത്യനിഷ്ഠയാണ്. അങ്ങനെ ഞാനാണെങ്കിൽ വലിയടുത്ത് വരെ നിന്നിറങ്ങി. പിന്നെ കുറേ നേരം വെറുതെ ചടഞ്ഞുകൂടി നിന്നാൽ അടുക്കളയിൽ കയറി ഇരുട്ട് വീഴുമ്പോൾ കുളിക്കാനും പോയി. അങ്ങനെയൊക്കെ മുഴുവൻ തലമറിഞ്ഞിരിക്കും ചെയ്യാം. സഫ ചെയ്യുന്നതൊക്കെ ഞാനല്ല, മുഴുവൻ പെൺകുട്ടികളും ഭർത്ത വീട്ടിൽ ചെന്നാൽ ചെയ്യുന്നതല്ലേ. നമ്മുടെ വീടാകുമ്പോൾ ആ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ പുറത്ത് ഇങ്ങനെയൊക്കെ ആകും. പക്ഷെ അത് വാപ്പച്ചിയുടെ മുഖത്ത് നോക്കി പറയാനുള്ള ധൈര്യം മാത്രമില്ല. അതുകൊണ്ട് 1-2 ദിവസം വഴക്കൊക്കെ കിട്ടിയാലും പിന്നീട് നല്ല കുട്ടിയേക്കും. അല്ല, ആകാൻ ശ്രമിക്കും. ഇതൊക്കെയാണ് ഇക്കഴിഞ്ഞ കുറച്ച് മാസങ്ങൾ കൊണ്ട് എനിക്കെൻ്റെ ചുറ്റുമുള്ളവരിലുണ്ടായ മാറ്റങ്ങൾ. ചുരുക്കത്തിൽ എല്ലാവരും സന്തോഷത്തിലാണ്. ആർക്കും പറയത്തക്ക പ്രശ്നങ്ങളൊന്നുമില്ല. സമാധാനപൂർവ്വമുള്ള അന്തരീക്ഷമാണ് ചുറ്റും. പക്ഷെ ഞാൻ മാത്രം എൻ്റെ മഷ്കയില്ലാതെ ഓരോ രാത്രിയും ഓരോ പകലും ഓരോ നിമിഷങ്ങളും തള്ളി നീക്കുന്നു. കൂടെ ഉണ്ടായിരുന്ന കുറഞ്ഞ നാളുകളിൽ എനിക്ക് സമ്മാനിച്ച കുഞ്ഞു കുഞ്ഞു മധുരമൂർന്ന ഓർമ്മകളിൽ നീറിപ്പിടയുന്നു. ഓരോ നിമിഷവും എൻ്റെ ഹൃദയം പോലും ഇടിക്കുന്നത് ആ പേരാണ്. കാത്തിരിപ്പും പ്രതീക്ഷയും മഷ്ക എന്നിലേക്ക് എത്തിച്ചേരുന്ന ആ ദിവസത്തിന് വേണ്ടിയാണ്. എന്നിട്ടും ഇരുമേനിയും പോലെ മനസ്സും ഒരുപാട് പേര് അകലുള്ളതുപോലെ. കൂടെ ഉണ്ടായിരുന്ന ഓരോ നിമിഷവും ആ കണ്ണുകളിൽ ഞാൻ കണ്ടിരുന്ന എന്നോടുള്ള പ്രണയം, എനിക്ക് വേണ്ടി മാത്രം ആ ചുണ്ടുകളിൽ വിടരുന്ന കുസൃതി ചിരി ഇന്ന് എന്നിൽ നിന്നും എത്രയോ അകലെയാണ്, എത്രയോ അകലെ. ദിവസത്തിൽ 1-2 ഫോൺ കോൾ, അതിൻ്റെ ദൈർഘ്യം കൂടിയാൽ 5-10 മിനിറ്റ് മാത്രമായിരിക്കും. ചെറിയ ചെറിയ കുശലാന്വേഷണങ്ങൾ. സുഖമാണോ, എന്താ വിശേഷം, അത്രമാത്രം. ആ ചോദ്യത്തിൽ പോലും ഒരു തുള്ളി ആത്മാർത്ഥത പോലെ ഇല്ലെന്ന് തോന്നും. ഒരു കടമ നിർവഹിക്കുന്ന പോലെ. തിരിച്ചും ഒരു കുശലാന്വേഷണം. പക്ഷെ അതിൽ സ്നേഹമുണ്ടാകും, പ്രതീക്ഷകളുണ്ടാകും, കൊഞ്ചലുണ്ടാകും. അങ്ങനെ പല വികാരങ്ങളും ചാലിച്ചായിരിക്കും തിരിച്ചുള്ള കുശലാന്വേഷണം. എന്തേലും പറഞ്ഞു തുടങ്ങുമ്പോൾ മൂളി കേൾക്കും. അതിനിടെ തന്നെ ആരെങ്കിലും വിളിക്കുന്നതോ ആരുടെയെങ്കിലുമൊക്കെ ഹിന്ദിയിലോ അറബിയിലോ സംസാരിക്കുന്നതും കേൾക്കാം. ചിലപ്പം ഇപ്പം വിളിക്കാമെന്നൊരൊറ്റ വാചകത്തിൽ കോൾ അവസാനിപ്പിക്കും. ചിലപ്പോൾ അത് പോലും ഉണ്ടാവില്ല. മൂളലുമില്ലാതെ ആകുമ്പോഴാണ് സ്ക്രീനിലേക്ക് നോക്കുക. അപ്പം മാത്രമാണ് അത് ഡിസ്കണക്റ്റ് ആയത് അറിയുക പോലും. ആദ്യമൊക്കെ കാത്തിരുന്നു. ഇപ്പം വിളിക്കാമെന്ന വാക്കുകളിൽ വിശ്വസിച്ചു. വിളിക്കുമെന്ന് പ്രതീക്ഷയിൽ ഫോൺ അടുത്തെവിടെയെങ്കിലും വെച്ച് കാത്തിരിക്കും. 4-5 അക്കമുള്ള നെറ്റ് കോൾ എന്ന നമ്പർ സ്ക്രീനിൽ വരുന്നുണ്ടെന്ന് കാത്തിരിക്കും. രാത്രി വിളിക്കുമെന്ന പ്രതീക്ഷയിൽ തലക്ക് മീതെ തന്നെ ഫോൺ റിങ് ചെയ്താൽ കേൾക്കത്തക്ക വിധത്തിൽ ഫോൺ എടുത്ത് വെക്കും. രാവിലെ ഉണരുമ്പോൾ ആദ്യം ഓർമ്മയിലെത്തുക മഷ്കാനായിരിക്കും. ഇനി വിളിച്ചിട്ട് ഉറക്കിൻ്റെ ആലസ്യത്തിൽ ഞാൻ ഫോൺ എടുത്തില്ല എന്ന വെപ്രാളത്തിൽ ഫോൺ എടുത്തു നോക്കും. നിരാശയായിരിക്കും ഫലം. ആദ്യമൊക്കെ സങ്കടമായിരുന്നു. ഒന്ന് വിളിച്ച് ഒരു 10 മിനിറ്റ് എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് എന്നെ വിളിക്കാത്തതിന്. പിന്നെ അത് പരിഭവമായി. ആ പരിഭവം മൗനമായോ വാക്കുകളായോ പുറത്തേക്ക് വരുമ്പം, നല്ല തിരക്ക, നീ പിണങ്ങല്ലേ, കടമൊക്കെ തീർത്ത് നാട്ടിൽ സെറ്റിലാകാൻ വേണ്ടിയല്ലേന്ന് ഞാൻ ഈ കഷ്ടപ്പെടുന്നതെന്ന് ധൃതിയോടെ പറയും. അത് കേൾക്കെ ഒരുപാട് വാത്സല്യം തോന്നും, സഹതാപം തോന്നും, ഒരുപാട് ഇഷ്ടം തോന്നും. എല്ലാം ശരിയാക്കി കൊടുക്കണേന്ന് ഉള്ളൊരുക്കി പ്രാർത്ഥിക്കും. വീണ്ടും പഴയതുപോലെ ആകുമ്പോൾ അതെല്ലാം വന്ന് മറന്ന് വീണ്ടും പരിഭവം തോന്നും. എന്നിട്ട് ഒട്ടും ഇഷ്ടമല്ലെന്ന് തോന്നും. ഈ 4 ചുവരുകൾക്കുള്ളിൽ ഒന്ന് ഉള്ളു തുറന്ന് സംസാരിക്കാൻ, ഒന്ന് മിണ്ടാൻ, ഒന്ന് ഉള്ളു തുറന്ന് ചിരിക്കാൻ, സന്തോഷിക്കാൻ ആരോരുമില്ലാതെ ഞാൻ നോവുന്നത് മനസ്സിലാകുന്നില്ലല്ലോ എന്ന് തോന്നും. വീണ്ടും പരിഭവം പറഞ്ഞു വരുമ്പോൾ 1-2 വാക്കുകളിൽ ഒതുക്കിക്കൊണ്ടാണ് സാന്ത്വനിപ്പിക്കും. അത് മതിയായിരുന്നു പിന്നീടൊരു പരിഭവം മുഖത്ത് വരുന്ന ഓർത്തിരിക്കാൻ. ഇങ്ങനെ എന്നെ നോക്കുന്ന ആ കണ്ണുകളുടെ ആ ചിരിയുടെ മഷ്ക എന്നെ മനസ്സിലാക്കിയിരുന്നു എനിക്ക്. ജോലി തിരക്കുകളിൽ മഷ്കയുടെ പുതിയ ഭാവം അപരിചിതമായിരുന്നു. ഓരോ പ്രാവശ്യം എൻ്റെ കൊച്ചു വിശേഷങ്ങൾക്ക് പോലും കാതോർക്കാതെ ഫോൺ കോൾ അവസാനിപ്പിക്കുന്നത് പതിവായപ്പം
മഷ്കനോട് കാണിക്കുന്ന സ്നേഹവും വേറുപോലുള്ള പോലെ തോന്നി. പോകുമാർ മഷ്കൻ്റെ അവഗണന എന്നെ വേദനിപ്പിച്ചു. മുമ്പിൽ കാണുമ്പോൾ മാത്രം തൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ജീവിയാണ് ഞാനെന്ന് വരെ തോന്നിപ്പോയി. എന്നെ അവഗണിക്കുന്ന ഒരന്യയെപ്പോലെ എന്നോട് സംസാരിക്കുന്ന ഒരു 10 മിനിറ്റ് പോലും സമയം കണ്ടെത്താത്ത മഷ്ക എനിക്ക് അപരിചിതമായിരുന്നു. കാരണം ഞങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കാൻ കിട്ടിയ ദിവസങ്ങൾ എണ്ണപ്പെട്ടതായിരുന്നു. വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണെങ്കിൽ പോലും അടുക്കളയിൽ ഉമ്മ ഏൽപ്പിച്ചു പോകുന്ന കാര്യങ്ങൾ അബദ്ധം പിണയുമ്പോൾ, ടാങ്കിൽ വെള്ളം നിറഞ്ഞൊലിക്കുന്നത് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ് അതിൽ വീഴ്ച വരുമ്പോൾ, കുക്കർ വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് മറന്നു പോകുമ്പോൾ, പറഞ്ഞു തന്ന അതേപടി ഉണ്ടാകുന്ന ദിവസങ്ങളിൽ കറികളിൽ ഉപ്പ് കുറയുകയും എരിവ് കൂടുകയും ചെയ്യുമ്പോൾ, ഈ അവസരങ്ങളിലെല്ലാം ചെറിയൊരു ശാസനയുടെ ഉമ്മ പറഞ്ഞു തുടങ്ങുമ്പോൾ എവിടെ നിന്നറിയാതെ പെട്ടെന്ന് വന്ന് ഉമ്മ പോലും അറിയാതെ തന്നെ ഉമ്മയുടെ ശാസനയിൽ നിന്ന് രക്ഷിക്കാറുണ്ടായിരുന്നു എൻ്റെ മഷ്ക പോയതിനു ശേഷം പിണഞ്ഞു പോകുന്ന അബദ്ധങ്ങളിൽ ഉമ്മയുടെ കുഞ്ഞു കുഞ്ഞു ശാസനകൾ കേട്ട് നിറഞ്ഞു വരുന്ന കണ്ണുകളെ മറച്ചു വെച്ചുകൊണ്ട് പുഞ്ചിരിക്കുമ്പോഴാണ് ആ അവസരങ്ങളിലെല്ലാം മഷ്ക എനിക്കൊരു പരിചയമായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയത്. പതിയെ പതിയെ ഓരോ വീഴ്ചകളിൽ നിന്നും പഠിച്ചെടുത്ത പാഠങ്ങളിൽ നിന്നും ഉമ്മാക്കൊരു മകളായും നല്ലൊരു കൂട്ടായി ഞാൻ മാറി. ഒരു ചോദ്യത്തിന് പോലും ഇടയില്ലാത്ത വിധം എല്ലാ കാര്യങ്ങളും കണ്ടറിഞ്ഞ് ചെയ്യുന്ന ഒരു സ്നേഹയായ ഒരു കുടുംബിനിയാകാൻ എനിക്ക് പറ്റി. ഒന്നും അറിയാത്ത പൊട്ടി സുർമിയിൽ നിന്നും വളരെ കുറച്ച് നാളുകൾ കൊണ്ട് അടുക്കളയിലെ മാത്രമല്ല വീട്ടിലെയും മുറ്റത്തെയും ഗാർഡനിലെയും പുറകുവശത്തെയും എൻ്റെ കൊച്ചു പച്ചക്കറിത്തോട്ടത്തിലെ കാര്യങ്ങൾ വരെ പക്വതയോടെ നോക്കുന്ന ഒരു പുതിയ സുർമിയായി ഞാൻ മാറി. മഷ്കയ്ക്ക് ഇഷ്ടമുള്ള ഓരോന്നും ഉമ്മയിൽ നിന്ന് ചോദിച്ചറിഞ്ഞ് പരീക്ഷിച്ച് എൻ്റേതായ പൊടികൈകൾ കൂടി അതിനെ കൂടുതൽ രുചിയുള്ളതാക്കി മഷ്ക പോയപ്പോൾ ഉമ്മ ഉണ്ടാക്കി കൊടുത്ത് വിട്ട് അച്ചാറുകളും ബീഫ് ഫ്രൈ ഉണ്ടാക്കി പഠിച്ചു. എൻ്റെ കൈകൾ കൊണ്ടുണ്ടാക്കിയ അറിയാവുന്നതുമായ ഒരുപാട് ചെടികളുള്ള ഒരു ചെറിയ പൂന്തോട്ടവും ബാപ്പച്ചിയുടെ വലിയ പച്ചക്കറിത്തോട്ടത്തിൽ നിന്നും വിത്തുകളും തൈകളും എടുത്ത് ഒരു കൗതുകത്തിൻ്റെ പുറത്ത് ഉണ്ടാക്കിയെടുത്ത ഒരു കുഞ്ഞു തോട്ടവും, അങ്ങനെ ഓരോന്ന് ചെയ്ത് മനസ്സിനെ പാകപ്പെടുത്താൻ, മറ്റെല്ലാ ചിന്തകളിൽ നിന്നും മാറ്റി നിർത്താൻ, പ്രിയനായവൻ്റെ അപായമല്ല മറക്കാൻ, ആ ഏകാന്തതയിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ പേരറിയാത്തൊരു നോവോടെ എപ്പോഴും സ്നേഹത്തോടെ മാത്രം നോക്കുന്ന ആ കണ്ണുകളും, എവിടെയിരുന്നാലും ഏത് പണിതിരക്കിനിടയിലും എനിക്ക് വേണ്ടി മാത്രമായി വിരിയുന്ന ആ ചിരിയും കൂടുതൽ മിഴിവോടെ എന്നെ അസ്വസ്ഥയാക്കി. പലപ്പോഴും അവൻ്റെ കണ്ണുകളെ ഈറനാക്കി. കല്യാണം കഴിഞ്ഞ് ഉടനെ ഉണ്ടായിരുന്ന ബന്ധുക്കളുടെ വീട്ടിൽ വിരുന്ന് വെക്കും ഞങ്ങൾക്ക് സലുക്കയും സഫയും ഉണ്ടായിരുന്നല്ലോ. അന്നൊക്കെ കോ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന സലുക്കാനോട് സംസാരിക്കുകയാണെങ്കിൽ പോലും ഫ്രണ്ട് മിററിലൂടെ ആ നോട്ടം ഇടയ്ക്കിടെ പുറകിൽ സഫയുമായി കത്തിവെക്കുന്ന എന്നിലേക്ക് നീളുന്നത് അന്ന് ഞാൻ അറിഞ്ഞിരുന്നു. അന്നത് ആവോളം ആസ്വദിച്ചിരുന്നു. വീട്ടിലെത്തി ഡ്രസ്സ് മാറുമ്പോഴേക്കും ഇന്ന് ആളോട് സംസാരിച്ചില്ലല്ലോ, എന്താ അവർ പറഞ്ഞ്, അവരോട് കത്തിവെക്കുന്നത് കണ്ടല്ലോ, എന്തായിരുന്നു നല്ല കമ്പനിയായോ അവരുമായിട്ടൊക്കെ, ഫുഡ് എന്ത് ഇഷ്ടമായില്ലേ, കുറച്ച് കഴിച്ചോളല്ലോ, എന്ത് പറ്റിയെന്ന് തുടങ്ങി ഞാൻ ആരോട് സംസാരിച്ച് എത്ര നേരം സംസാരിച്ചു, എത്ര കണ്ട് ഭക്ഷണം കഴിച്ചു എന്നിങ്ങനെ ഓരോന്നിൻ്റെയും കാരണങ്ങളും വിശേഷങ്ങളും ആൾ ചോദിച്ചിരുന്നു. ഇതൊക്കെ എപ്പോൾ കണ്ടെന്ന് ചോദിക്കുമ്പം മറുപടി ഒന്ന് ചിരിച്ചു കാണിക്കും. കാണുന്നവർക്ക് ഞാൻ അവരോടൊപ്പമാണെങ്കിലും എൻ്റെ കണ്ണുകൾ എപ്പോഴും നിന്നെ തേടിക്കൊണ്ടിരിക്കുമെന്ന്, എൻ്റെ മനസ്സെപ്പോഴും നിൻ്റെ ചുറ്റുമാണെന്നും പറയാതെ തന്നെ ആ കണ്ണുകൾ വിളിച്ചോതുന്നുണ്ടായിരുന്നു. അന്നൊക്കെ ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം പറഞ്ഞ് ഓരോ വിശേഷങ്ങൾ ഓർത്തെടുത്ത് പറഞ്ഞിരുന്നു. ആളതെല്ലാം പുഞ്ചിരിയോടെ കേട്ടുന്നിരുന്നു. പക്ഷേ ഇപ്പം മഷ്ക പോയതിനു ശേഷം ഹിബയുടെയും അനയുടെയും വേഗം 2-3 ബന്ധുക്കളുടെ വീട്ടിലെ ഫംഗ്ഷൻ പങ്കെടുക്കാൻ സലുക്കയുടെയും സഫയുടെ കൂടെ പോയപ്പോഴാണ് എവിടെയാണെങ്കിലും മഷ്ക എത്രത്തോളം കരുതലോടെയാണ് എന്നെ കൊണ്ടു നടന്നതെന്ന് മനസ്സിലായത്. ആ കണ്ണുകൾ എല്ലായ്പ്പോഴും കരുതലോടെ സ്നേഹത്തോടെ എന്നെ ഒപ്പിയെടുത്തിരുന്നെന്നും അവ എനിക്ക് ചുറ്റും സ്നേഹം തീർത്ത ഒരു വലയമായി നിൽക്കുന്നുണ്ടെന്നും ഞാൻ മനസ്സിലാക്കിയത്. ആ ഓർമ്മയിൽ നെഞ്ചൊന്ന് പിടയും. നിമിഷങ്ങൾക്കുള്ളിൽ ആ ശൂന്യത കണ്ണുനീർ പരിണമിക്കും. അവർക്ക് തന്നെ കൊണ്ടു പോകുന്നത് ഒരു ശല്യമല്ലെങ്കിൽ പോലും മഷ്ക ഇല്ലാത്തത് കൊണ്ടാണല്ലോ അവർക്കൊപ്പം പോയി അവരുടെ സ്വകാര്യത നഷ്ടപ്പെടുത്തേണ്ടി വന്നതെന്ന് ഓർക്കുമ്പോൾ ഒരു കുഞ്ഞു സുരുമിയോ ഒരു കുഞ്ഞു മഷൂദ വേണ്ടെന്ന് കളിയായി ചോദിച്ചപ്പോൾ അന്ന് അടുക്കളയിലെ ജോലി തന്നെ തീർക്കാൻ പാടുപെടുന്ന സമയമായതുകൊണ്ട് എല്ലാം മാനേജ് ചെയ്യാനുള്ള ഒരു മച്ചയോടാകട്ടെ എന്ന് പറഞ്ഞ് അതിനെ നിസ്സാരമാക്കിയതാണ്. ഇപ്പോഴെങ്കിൽ വീട്ടിലൊരുവിധം എല്ലാ കാര്യത്തിലും എൻ്റെ കൈയെത്തണമെന്ന അവസ്ഥയിലേക്ക് മാറിയല്ലോ. 1-2 ആഴ്ച കൂടുമ്പോൾ കൊച്ചാച്ചൻ്റെ മോനായിരുന്നു വീട്ടിലേക്കുള്ള സാധനങ്ങൾ കൊണ്ടുതന്നിരുന്നത്. സാധനങ്ങൾ ലിസ്റ്റ് ചെയ്ത് ക്യാഷ് കൊടുത്താൽ അവൻ എത്തിച്ചു തരും. ആ ലിസ്റ്റ് തയ്യാറാക്കേണ്ട ആവശ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവൻ ട്രെയിനിങ്ങിന് വേണ്ടി ചെന്നൈയിലേക്ക് പോയതിൽ പിന്നെ ആ വഴിയും അടഞ്ഞു. ഒടുവിൽ ഞാൻ തന്നെ അതിനും വേണമെന്ന അവസ്ഥയായി. ആദ്യ തവണ ഉമ്മ കൂടെ വന്നെങ്കിലും പോയി വന്നിട്ടുള്ള ഉമ്മയുടെ വേദനകളും ക്ഷീണവും പരിഗണിച്ച് ഞാൻ തന്നെ ബസ്സിലോ ഓട്ടോയിലോ പോയി വാങ്ങിത്തുടങ്ങി. എയർ കണ്ടീഷൻ ചെയ്ത പലതരത്തിലുള്ള പാക്കറ്റിലും ടിന്നിലുമാക്കി വൃത്തിയായി അടുക്കി വെച്ച സാധനങ്ങൾ വിലയോ ആവശ്യകതയോ തോക്കാതെ വാങ്ങിയിരുന്ന ഹൈപ്പർ മാർക്കറ്റിൽ നിന്നും ടൗണിൽ പാവപ്പെട്ടവരുടെ സാധാരണക്കാരനെ വിയർപ്പൊഴുകുന്ന ചന്തയിലേക്കുള്ള പ്രയാണമായിരുന്നു എൻ്റെ ഓരോ ഷോപ്പിങ്ങും.
പകലിലോ വീട്ടിലെടുക്കുന്ന ഓരോന്നിൻ്റെ വില നോക്കി വാങ്ങണോ എന്ന് പലയാവർത്തി ആലോചിച്ച് മഷ്ക അയച്ചു തരുന്ന പൈസ കൊണ്ട് ഒരു മാസം എങ്ങനെ തികക്കാമെന്ന് ചിന്തിച്ച് കണക്ക് കൂട്ടി പല കടകളിൽ കയറിയിറങ്ങി കവറുകൾ തൂക്കി പിടിച്ചുകൊണ്ടുള്ള ഒരു ഷോപ്പിംഗ്. ആദ്യമൊക്കെ ചെറിയ സങ്കടം തോന്നിയിരുന്നു കേട്ടോ. പോകെ പോകെ അന്നതിന് വേണ്ടി വിയർപ്പൊഴുകുന്ന മനുഷ്യനെ കാണുമ്പോൾ വെയിലിനെ തൊടുക്കറുക്കാൻ എന്ന വണ്ണം പൊളിഞ്ഞ ഷീറ്റിൽ കൊണ്ട് മറിച്ച് അതിന് താഴെ ഇരുമ്പ് കൊണ്ടോ മരം കൊണ്ടോ ഉണ്ടാക്കിയിട്ട് പലകയിൽ സാധനങ്ങൾ വെച്ച് വഴിയിലൂടെ പോകുന്ന ഓരോരുത്തരെയും കൈകാട്ടി വിളിച്ച് അവരുടെ പക്കൽ നിന്ന് ആവശ്യ സാധനങ്ങൾ വാങ്ങാൻ നിർബന്ധിക്കുന്ന മനുഷ്യരെ കാണുമ്പോൾ ആദ്യം കൗതുകമായിരുന്നു. പിന്നെ ഓരോ കാഴ്ചയും ആസ്വദിക്കാൻ തുടങ്ങി. ആവശ്യമുള്ള സാധനങ്ങൾ ട്രേയിൽ വലിച്ചിട്ട് ചിലപ്പോൾ ഒരു പുഞ്ചിരി പോലും നൽകാതെ കടന്നു പോകുന്നവരെക്കാൾ ആത്മാർത്ഥതയോടെ വിനയത്തോടെ പെരുമാറുന്ന ഒരു പറ്റം സാധാരണക്കാരായ ജനങ്ങളുടെ ഇടം. പതിയെ അവയൊന്നും അവിടെയുള്ള ഓരോ കാഴ്ചകളും ഇഷ്ടപ്പെട്ടു തുടങ്ങി. അങ്ങനെ എല്ലാം വലിയ കുറവുകളൊന്നുമില്ലാതെ പെയ്യുന്ന ഒരു സുറുമിയായി മാറിയപ്പം ഒരു തോന്നൽ, ഒരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ മഷ്കൻ എത്രയോ അവോയ്ഡ് ചെയ്യില്ലായിരുന്നു എന്ന്. അവോയ്ഡ് ചെയ്യാമെന്ന് പറയാൻ പറ്റുമോ? സാഹചര്യം കൊണ്ടും തിരക്ക് കൊണ്ടും എന്നെ മാറ്റി നിർത്തിയെന്ന് പറയാമല്ലേ. പക്ഷേ എനിക്കറിയുന്ന മഷ്ക ആ മണലാലയത്തിൽ വീർപ്പൊഴുക്കി കഷ്ടപ്പെടുമ്പോഴും എന്നെ ഓർക്കുന്നുണ്ടാവാം. പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് ഓരോ തവണ കാള് കട്ട് ചെയ്ത് പോകുമ്പോഴും തിരക്കൊഴിഞ്ഞ് വിളിക്കാമെന്ന് കണക്ക് കൂട്ടുന്നുണ്ടാകാം. പിന്നെ തിരക്ക് മൂലം പറ്റാതാകുന്നതാകാം. അങ്ങനെയൊക്കെ മനസ്സിനെ പറഞ്ഞ് പാകപ്പെടുത്താൻ ഞാനും പഠിപ്പിച്ചിരുന്നു. പക്ഷേ ഒരു കുഞ്ഞുണ്ടായാൽ സമയം കണ്ടെത്തിയെങ്കിലും എന്നെ വിളിക്കുമായിരിക്കും, കുറച്ചേറെ എന്നോട് സംസാരിക്കുമായിരിക്കും. ശേഷം താഴെയാണ് എൻ്റെ മുറി. മേലെയുള്ള ഞങ്ങളുടെ മുറിയിലേക്ക് വല്ലപ്പോഴും ഒന്ന് വൃത്തിയാക്കിയിടാൻ കയറും. പിന്നെ വല്ലാതെ മഷ്കാനെ മിസ് ചെയ്യുമ്പം, സങ്കടം വരുമ്പം, മനസ്സ് വല്ലാതെ നോവുമ്പം പദം പറഞ്ഞൊന്ന് കരയാനൊന്ന് മുറിയിലേക്ക് പോകാറ്. മഷ്ക എന്നെ തനിച്ചാക്കി പോയാലും മഷ്കാൻ്റെ ഓർമ്മകളുള്ളൊരു ഇടമാണല്ലോ ആ മുറി. സഫയും ഞാനും ആത്രേ ഒരു പകൽ സഫയാണ് പ്രഗ്നൻ്റ് ആണെന്ന് സംശയമുണ്ടെന്ന് പറഞ്ഞത്. സലുക്കയ്ക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ ഞങ്ങൾ പ്ലാൻ ചെയ്യുകയും രണ്ടുപേരും കൂടെ ടൗണിൽ പോയി ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ച് ഉറപ്പുവരുത്തുകയും ചെയ്തു. സലുക്ക രാത്രി വന്നപ്പം വളരെ നാടകീയമായി ഞങ്ങൾ ഇടപെടുകയും ഒടുവിലൊരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സലുക്കയുടെ കണ്ണുപൊത്തി പിടിക്കുകയും ചെയ്തു. ഫുൾ ബ്യൂൾസപ്പൊക്കെ കൊടുത്താണ് സഫ കാര്യം പറഞ്ഞു തുടങ്ങിയത്. ഒടുവിൽ സലുക്കയുടെ കൈ അവളുടെ വയറിൽ വെച്ചുകൊണ്ട് കുറച്ച് മാസങ്ങൾക്കുള്ളിൽ സലുക്ക അബ്ബയാകാമെന്ന് സഫ പറയുകയും അതേ നിമിഷം ഞാൻ പൊതിഞ്ഞു പിടിച്ച എൻ്റെ കരങ്ങൾ ഞാൻ മാറ്റുകയും ചെയ്തു. സന്തോഷം കൊണ്ട് വിടരുന്ന സലുക്കയുടെ മുഖമായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ എന്നെപ്പോലും ഞെട്ടിച്ചുകൊണ്ട് ഞാൻ അവിടെ നിൽപ്പുണ്ടെന്ന് പോലും ഓർക്കാതെ സഫയെ ചുണ്ടോടൊക്കെ കെട്ടിപ്പിടിക്കുകയും അവളുടെ മുഖം കൈക്കുമ്പിളിൽ വാരിയെടുത്ത് ചുംബനങ്ങളിൽ കൊണ്ട് മൂടുകയും ചെയ്തതാണ് സലുക്ക സന്തോഷം പ്രകടിപ്പിച്ചത്. സഫ ആദ്യം ഞാനുണ്ടെന്ന ചിന്തയിൽ വല്ലാതെയെങ്കിലും നിറഞ്ഞൊഴുകുന്ന സലുക്കയുടെ കണ്ണുകൾക്കാണ് അവളും തിരികെ പുണർന്നുകൊണ്ട് സന്തോഷം പ്രകടിപ്പിച്ചു. ആ നിമിഷം അവരായി ഞാൻ കണ്ടത് എന്നെയും മഷ്കാനെയുമാണ്. ഇങ്ങനെയൊരു വാർത്ത മഷ്ക കേട്ടാൽ ഇതുപോലെ എന്നെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുമായിരിക്കും. ഇങ്ങനെ ആരെയും മുമ്പിൽ വെച്ചിട്ടില്ലെങ്കിലും ഞാനും മഷ്കയെ മാത്രമാകുമ്പം എന്നെ ഇറുകെ പിടിച്ച് ചുംബനങ്ങൾ കൊണ്ട് മൂടുമായിരിക്കും. ഒരു നിമിഷം അങ്ങനെ ഒരു നിമിഷത്തിലേക്കാണ് എൻ്റെ ചിന്തകൾ പോയി. മാമിയാകുന്ന സന്തോഷം കൊണ്ടാണോ കരയണേ എന്ന സലുക്കയുടെ ചോദ്യം കേട്ടപ്പോഴാണ് ചിന്തകളിൽ നിന്നുണർന്നത്. അപ്പോഴാണ് കണ്ണുകൾ നിറഞ്ഞൊഴുകയാണെന്ന് മനസ്സിലായതുപോലും. പെട്ടെന്ന് തന്നെ സന്തോഷത്തോടെ മറുകൈ നീട്ടി എന്നെ ചേർത്ത് നിർത്തി സലുക്ക. സലുക്കാനോട് ചേർന്നൊരു ഭാഗത്ത് സഫയും മറുഭാഗത്ത് ഞാനും നിറക്കണ്ണുകളോടെ നിന്നു. സങ്കടമാണോ അറിയില്ല, അത്രയേറെ സ്നേഹിച്ചിട്ടും ഒരു സന്തോഷം വരുമ്പോൾ സങ്കടം വരുമ്പോൾ ഒന്ന് കാണാൻ, ഒന്ന് ഇറുകെ പുണരാൻ പോലും പറ്റാത്ത അത്രയും ദൂരത്തായി പോയ വിഷമമാണോ? അതോ ഓരോരുത്തരും അവർ സ്നേഹിക്കുന്നവരുടെ കൂടെ സന്തോഷത്തിലും ദുഃഖത്തിലും അങ്ങനെ എല്ലാ അവസ്ഥയിലും കൂടെ ഉണ്ടാവുകയും എനിക്ക് മാത്രം ഉള്ളു തുറന്ന് സ്നേഹിച്ചിട്ടും ഒന്ന് കാണാൻ മതിവരവുകളൊന്നും മിണ്ടാൻ പോലും പറ്റാതെ മൈലുകൾക്ക് ഇപ്പുറമായി പോയതിൻ്റെ വിഷമമാണോ എന്നറിയില്ല. ആ നിൽപ്പിലും കണ്ണുകൾ അനുസരണയില്ലാതെ ചാലിട്ടൊഴുകുന്നുണ്ടായിരുന്നു. ഓരോ പ്രാവശ്യം വരുമ്പോഴും റൂമിമോളുടെ വളർച്ച കാണുമ്പോൾ, കുസൃതി കാണുമ്പോൾ, ചിരി കാണുമ്പോൾ, സലുക്ക സഫക്കും ഒപ്പം ഹനയും മോൻ്റെ എഴിഞ്ഞു പോയി നവിക്കയുടെ മോളെയും ഹനയുടെ മോനെയും കണ്ടപ്പോൾ അന്ന് നദിയും തിരുവനന്തപുരത്തേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് യാത്ര പറയുകയും കുഞ്ഞിനെ കയ്യിൽ വാങ്ങി നെഞ്ചോട് ചേർത്ത് വാത്സല്യത്തോടെ നെറ്റിയിൽ നുകരുകയും ചെയ്യ സ്നേഹത്തോടെ കൈക്കൊണ്ട് ഹനയെ ചേർത്ത് പിടിച്ച് അവളുടെ നെറ്റിയിൽ നുകർന്ന് യാത്ര പറഞ്ഞു പോവുകയും ചെയ്തപ്പോൾ അങ്ങനെ ഓരോ അവസരത്തിലും ഒരു കുഞ്ഞെന്ന ആഗ്രഹം കൂടെ എല്ലാത്തിനും സാക്ഷി മഷ്ക കൂടെ ഉണ്ടാകണമെന്ന കൊതിയും നാൾക്ക് നാൾ വർദ്ധിക്കുന്നുണ്ടായിരുന്നു. അല്ല, മേൽപോട്ട് ഞാൻ എടുക്കുന്ന ഓരോ ശ്വാസത്തിലും നിറയെ അവൻ്റെ ഓർമ്മകളാണ്. നിന്നോടൊപ്പമുള്ള ഓരോ നിമിഷങ്ങൾ എനിക്ക് എന്നോടൊപ്പമുള്ള നിനക്ക് വരാനിരിക്കുന്ന നാളുകളും ഓർമ്മിക്കാൻ ഉതാകുന്ന നീറുന്ന മധുരം ഓർമ്മകൾ മാത്രമാണ്. മഷ്ക പറഞ്ഞ ഈ വാക്കുകളിൽ ഒളിഞ്ഞിരിക്കുന്ന അർത്ഥം, അതിൻ്റെ വ്യാപ്തി എന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല. പക്ഷെ ഇപ്പം കാലം തെളിയിച്ച വാക്കുകൾ അക്ഷരം പ്രതി ശരിയായിരുന്നു എന്ന്. ഓരോ നിമിഷവും എനിക്കൊപ്പം നിങ്ങളുണ്ടായിരുന്ന നിമിഷങ്ങൾ ഓർത്ത് ഞാൻ നീറുകയാണ് മഷ്ക. ഒരിളം ചിരിയാൽ എന്നെ കണ്ണ് നിറച്ചാൽ എനിക്കൊന്ന് ഓർമ്മിക്കാൻ കൂടെ എനിക്ക് പറ്റുന്നില്ല മഷ്ക. ഏതുപോലെ മഷ്ക എന്നെ ഓർക്കുന്നുണ്ടോ?
നിങ്ങളുടെ ജീവനാണ് ഞാനെന്ന് ആ കണ്ണുകൾ വിളിച്ചു ഓതിയിരുന്നു. മഷിക്കാൻ്റെ ജീവനാണ് ഞാനെങ്കിൽ ഞാനിവിടെ നേറുന്നത് അറിയുന്നുണ്ടോ? എത്രമാത്രം നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടെന്ന് അറിയോ? കണ്ട മാത്രം നെഞ്ചിലേക്ക് ചേരാൻ എത്ര കൊതിക്കുന്നുണ്ടെന്നറിയോ? റിയലി ഐ ലവ് യു മുഷ്കാൻ, മിസ് യു ബാഡ്ലി. ഉള്ളം ചിന്തകൾ കൊണ്ട് ചൂട് പിടിച്ചപ്പോൾ അതിൻ്റെ ഫലമെന്ന പോലെ അവളുടെ ചെന്നീലിയുടെ ചുടുകണ്ണുനീർ ചാലിട്ടൊഴുകിക്കൊണ്ടിരുന്നു. എന്തൊക്കെയോ ആലോചിച്ചിരിക്കുന്ന കഥകിലാരോ മുട്ടുന്ന ശബ്ദം കേട്ടത്. അവളൊരു നിമിഷം കൂടെ കാതോർത്തു. ഉണ്ട്, ആരോ പതിയെ തട്ടുന്നുണ്ട്. പഠിച്ചോനെ, ഉമ്മാക്ക് എന്തേലും? ഉമ്മാണെ വിളിക്കൂലേ? അല്ലാ, ഇനി വല്ല കള്ളന്മാരോ? ഈയിടെ ഒരു പോലീസ് സർജൻ്റെ അനുഭവത്തെക്കുറിച്ച് വായിച്ചിരുന്നു. അതിനുശേഷം എന്തുണ്ടായാലും ആദ്യം ആ വഴിക്കാ ചിന്ത പോവുക. വീട്ടുകാരൊക്കെ ഉപദ്രവിച്ച് പരിക്കേൽപ്പിച്ച് കൊന്നോ മോഷണം നടത്തുന്ന കള്ളന്മാരുള്ള നാടാണ്. ചിന്തകൾ പല വഴിക്ക് പോയി തുറക്കണോ? കയ്യും കാലൊക്കെ വിറക്കുന്ന പോലെ. കതിരുകളുടെ വിടവിലൂടെ ആളിൻ്റെ ലൈറ്റിട്ടുണ്ടെന്ന് മനസ്സിലാക്കി. ഉപദ്രവിച്ചുള്ള വരവാകുമോ? ഓർക്കും തോറും വയറിലൂടെ ഒരാളൻ. പെട്ടെന്നാണ് ഹാൻഡിൽ പിടിച്ച് തിരിക്കുന്ന ശബ്ദം കേട്ടത്. ഇപ്പം ശരിക്കും കയ്യും കാലും വിറച്ച് മരവിച്ച പോലെയായി. അടുത്ത് കിടക്കുന്ന സഫിയൊന്ന് തട്ടി ഉണർത്താൻ പോലുമുള്ള കഴിയാത്ത വിധം ഒരു വിറയൽ. ധൈര്യം സംഭരിച്ച് ശബ്ദമുണ്ടാക്കാതെ പതിയെ കട്ടിലിൽ നിന്നിറങ്ങി. സഫിയെ വിളിക്കാൻ തോന്നിയില്ല. പേരെടുത്ത പെണ്ണാണ്. പേടിച്ചെന്തേലും ആയിപ്പോയ. അവൾ പതിയെ നടന്ന് കതകിൻ്റെ അടുത്തെത്തി കാതോർത്തു. ഇല്ല, ശബ്ദമൊന്നും കേൾക്കുന്നില്ല. ചെവി കതകിനോട് ചേർത്ത് വെച്ച് കാതോർത്ത നിമിഷം തന്നെ കുറച്ചൊരു ഊക്കോടെ ഹാൻഡിൽ തിരിക്കുന്നത് അറിഞ്ഞതും അവളൊന്ന് ഞെട്ടിവിറച്ചു. അല്ല, തോന്നലല്ല. വാതിലിൽ ചവിട്ടിപ്പൊളിച്ച് അവർ വരുന്നതിന് മുമ്പ് എന്തെങ്കിലും ചെയ്യണം. കയ്യും കാലും വിറക്കി പോയെന്ന പോലെ ധൈര്യം വീണ്ടെടുത്ത് അവൾ കുറച്ചൊക്കെ വിളിച്ചു. മാ. ഇല്ല, ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. മാ. വിറച്ച ശബ്ദത്തോടെ അവൾ ഒന്നുകൂടെ വിളിച്ചു. തുടരും. ആരായിരിക്കും ആ വന്നത്? കാത്തിരിക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണും കൂടെ പ്രസ് ചെയ്തു. ഇൻഷാ അല്ലാ വീണ്ടും കാണാം. ബൈ ബൈ.